തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്ര വൃശ്ചികോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ വീഴ്ച വരുത്തിയെന്ന ഭക്തർ 15 ആനപ്പുറത്തെ എഴുന്നള്ളിപ്പ് പേരിന് മാത്രമായി. കോടതി നിർദ്ദേശങ്ങൾ പാലിച്ചായിരുന്നു ആന എഴുന്നള്ളത്ത്. നൂറ്റാണ്ടുകളായുള്ള ഉത്സവ രീതിയിലും മാറ്റം വരുത്തിയെന്നും ആക്ഷേപം. ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു എറണാകുളം തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പ്. എന്നാൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്കാണ് ഇതുമൂലം വീഴ്ച പറ്റിയതെന്ന് ഭക്തർ ആക്ഷേപം ഉന്നയിക്കുന്നു. 15 ആന നേരുന്ന ചമയങ്ങൾ വെച്ച് വളരെ കൃത്യമായി നടത്തി വരുന്ന ഒരു ഉത്സവം. ആ ഉത്സവം നമ്മൾ ഇന്ന് കാലത്ത് കാണുമ്പോൾ എങ്ങനെയാണ് 2 തരത്തിൽ ആന എഴുന്നള്ളിച്ച് മുന്നിലും പിന്നിലുമായി ആന, വളരെ ദൂരത്തിൽ ആന, നമ്മൾ മേളക്കാർ ഒരു ഭാഗത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ആനകൾ ഈ ക്ഷേത്ര മതിൽക്കകം മുഴുവൻ നിൽക്കുന്ന രീതിയിലുള്ള അതിൻ്റെ കൃത്യമായ ആചാരവും അനുഷ്ഠാനവും ഭംഗിയും നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ ഈ സംഗതി നടന്നത്. 15 ആനപ്പുറത്ത് എഴുന്നള്ളിപ്പാണ് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം. എന്നാൽ 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണമെന്ന ഹൈക്കോടതി മാർഗനിർദ്ദേശം നടപ്പാക്കിയതോടെ ആനക്കൊട്ടിലിന് പുറത്ത് പേരിന് മാത്രമായി എഴുന്നള്ളിപ്പ് നടത്തേണ്ടി വന്നു. ഈ കാലം അത്രയും ഭഗവാൻ ഇങ്ങനെയല്ല എഴുന്നള്ളിയിരിക്കുന്നത്. നമ്മളൊരു വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ റൈറ്റാണ്, എൻ്റെ വിശ്വാസം. എൻ്റെ ഭഗവാൻ എന്നെ 365 ദിവസം കാക്കുന്ന ഭഗവാൻ ഇങ്ങനെയല്ല എഴുന്നള്ളണ്ടേ. ആന എഴുന്നള്ളിപ്പ് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണിത്. ഈ രീതിയിലല്ല നമ്മുടെ ഭഗവാന്റെ ഉത്സവം നടത്തുന്നത്. ഒരു വർഷത്തിൽ പുറത്തിറങ്ങുമ്പോൾ രാജകീയമായിട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങണം. രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം എത്തിയായിരുന്നു നിശ്ചിത ദൂരപരിധിയിൽ എഴുന്നള്ളിപ്പിനുള്ള ആനകളെ അണിനിരത്തിയത്. ജനം, കൊച്ചി.